ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെലീഷ്യസ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 6 ലെയർ M&M കേക്കാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 ലെയറിൻ്റെ ബാറ്ററാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ അരിപ്പയെ നന്നായി നമുക്കൊന്ന് അരിച്ചെടുക്കാം. കട്ടയൊന്നും കൂടാതെ ബാറ്റർ നല്ല സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിച്ചെടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇവിടെ ഞാൻ സാധാരണ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് പാല് ചേർത്തിട്ട് കട്ടയൊന്നും കൂടാതെ ബാറ്റർ നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടയൊന്നും കൂടാതെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓയിൽ പാല് ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് മിക്സാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ സെപ്പറേറ്റ് ചേർത്ത് മിക്സാക്കുന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. കട്ടയൊന്നും കൂടാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. പാൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് ബട്ടർ കൊണ്ട് നന്നായി ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പും 1 ടീസ്പൂണും ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ M&M പീനട്ടാണ് എടുത്തിരിക്കുന്നത്. അതെടുത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിന് മേലെ ഒന്ന് നമുക്ക് കുറച്ചൊന്ന് വെതറി കൊടുക്കാം. 2-3 ടീസ്പൂണോളം M&M ചോക്ലേറ്റാണ് ഞാനിവിടെ വെതറി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ 8 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ സ്മെൽ അടിച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ എടുത്ത് തിന്നാൻ തോന്നും. പക്ഷെ നമ്മൾ കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൊണ്ട് 2 ലെയറും കൂടി ഉണ്ടാക്കി എടുക്കാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ കുക്ക് ചെയ്തെടുക്കുക വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. 7 to 8 മിനിറ്റ്സ് വെരി ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ 2ാമത്തെ കേക്ക് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ 3ാമത്തെ കേക്ക് ലെയർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബാറ്റർ പോലെ തന്നെ ഒരു ബാറ്റർ ഞാൻ ആദ്യം ഉണ്ടാക്കി വച്ചിരുന്നു. ഞാൻ അതിലേക്ക് റോസ് പിങ്ക് ഫുഡ് കളർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എസൻസ് വേണമെങ്കിൽ ചേർത്ത് മിക്സ് ആക്കാവുന്നതാണ്. ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ പാന് ഗ്രീസ് ചെയ്തിട്ട് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് 8 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കെല്ലാം ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റു 2 ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ക്രീം ഉണ്ടാക്കാം. ബട്ടർ ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടെ 250 ഗ്രാം സോഫ്റ്റ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സോഫ്റ്റ് റൂം ടെമ്പറേച്ചർ ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള ബട്ടർ കൊണ്ടോ അധികം അലിഞ്ഞു പോയ ബട്ടർ കൊണ്ടോ നമുക്ക് നല്ലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നല്ലോണം ക്രീമിയും ഫ്ലഫി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1-2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായി ബട്ടറിൽ മിക്സ് ആയി കഴിഞ്ഞിട്ട് വേണം പിന്നെയും നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര ചേർത്ത് പിന്നെയും നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ക്രീം ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്ത് തുടങ്ങാം. ആദ്യം ഞാൻ ഇവിടെ റോസ് പിങ്ക് ലെയർ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇവിടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ബട്ടർ ക്രീം ഒന്ന് വളരെ തിൻ ലെയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലെയർ റോസ് പിങ്കും ഒരു ലെയർ M&M വാനില കേക്കും വെച്ചിട്ടാണ് ഞാൻ ലെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ ലെയറിലും ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ വളരെ തിൻ ലെയർ ഓഫ് ബട്ടർ ക്രീമാണ് നമ്മൾ ഉള്ളിൽ പരട്ടി കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഞാൻ വേറെ ബട്ടർ ക്രീം ആദ്യം റെഡിയാക്കി വെച്ചിരുന്നു. പുറത്തേക്ക് വേണ്ടിയുള്ള ബട്ടർ ക്രീം ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിരുന്നു. എല്ലാ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ ക്രീം പോലെ തന്നെ ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിലേക്ക് M&M പീനട്ട് ക്രഷ് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് കൂടുതൽ M&M ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ കളറായി വരും ഇത് കുറച്ച് കഴിഞ്ഞാൽ. ഇനി നമ്മൾ കേക്കിൻ്റെ മേലത്തെ ലെയറിൽ ടോപ്പ് ലെയറിൽ നമ്മൾ M&Mൻ്റെ ബട്ടർ ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബട്ടർ ക്രീം കൊണ്ടാണ് ഞാൻ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഫില്ല് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച M&Mൻ്റെ ബട്ടർ ക്രീം നന്നായിട്ട് സ്മൂത്താക്കിയിട്ട് സ്പ്രെഡാക്കി എടുക്കാം. ആദ്യം തേച്ച് കൊടുത്ത് നന്നായി ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഡ്രിപ്പിങ്ങിനായിട്ട് ഞാനിവിടെ 2 ഗാലക്സി ഒന്ന് കുറച്ച് പാൽ ചേർത്ത് മെൽട്ടാക്കി എടുത്തതാണ്. അതിൻ്റെ കോർണർ ഒന്ന് കട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്യാനാണ് ഞാൻ കോർണർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഡ്രിപ്പിംഗ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോക്ലേറ്റിൻ്റെ കൂടെ ഹെവി ക്രീം ഉപയോഗിച്ച് മെൽട്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ പാൽ ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ ചോക്ലേറ്റ് ഡ്രിപ്പിംഗ് സോസ് വളരെ ലൂസായി പോയിട്ടുണ്ട്. ഞാനിവിടെ 2 ഗാലക്സി കൊണ്ട് ഫുൾ ഡ്രിപ്പിങ്ങും പിന്നെ ഇതിൻ്റെ ടോപ്പിങ്ങും ഇതേ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ചോക്ലേറ്റ് കൊണ്ട് സൈഡൊക്കെ ഡ്രിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചോക്ലേറ്റ് കൊണ്ട് നമ്മൾ ടോപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ M&M ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാവും. ഇതാണ് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.